ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് എൻ്റെ അടുക്കളയിലെ കുറച്ച് ക്ലീനിങ് വിശേഷമാണ് കേട്ടോ. എൻ്റെ അടുക്കള വളരെ ചെറിയ അടുക്കളയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഡീപ്പ് ക്ലീനിങ് ആണോയെന്ന്. അതൊന്നല്ല കേട്ടോ, സാധാരണ ഒരു ക്ലീനിങ് ആണ് കേട്ടോ. സാധാരണ ഒരു ദിവസം എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അതിൽ. ഇന്ന് എനിക്ക് കുറച്ചധികം സമയം നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല താനും. എന്നുവെച്ചാൽ ഭയങ്കരമായിട്ട് പണിയുള്ള പോലെ താനും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. കാരണം ഇന്ന് 8 മണിയായപ്പോൾ ഹസ്ബൻഡ് പോയി. 8:30 എൻ്റെ രണ്ടാമത്തെ മോന് മാത്സ് എക്സാം ആയിരുന്നു. അപ്പോൾ രണ്ടാമത്തെ മോന് മാത്സ് എക്സാം ആയത് കാരണം കൊണ്ട് തന്നെ അവനെ രാവിലെ ഒരു 7 മണിയായപ്പോൾ തന്നെ പഠിപ്പിക്കാൻ ഇരുത്തിയിട്ടാ. കാരണം ഗുണപ്പട്ടിയും പ്ലസ്സും മൈനസൊക്കെ ആൾക്ക് ഭയങ്കര എന്താ പറയുക ബുദ്ധിമുട്ടാണ്. പിന്നെ ആകെ ഒരു കൺഫ്യൂഷനാണ് ആൾക്ക്. അത് കാരണം കൊണ്ട് തന്നെ അവൻ്റെ കൺഫ്യൂഷനൊക്കെ ഒന്ന് തീർത്ത് അവനൊന്ന് കംഫർട്ടാക്കാനും ഒക്കെ വേണ്ടിയിട്ട് അവൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരുന്നു അങ്ങനെ അവനെ പഠിപ്പിച്ചു വിട്ടാ. അത് കാരണം കൊണ്ട് തന്നെ പാത്രങ്ങളൊന്നും കഴുകാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു പാത്രങ്ങൾക്കും ക്ലീനിങ്ങിനൊക്കെ നമ്മൾ പ്രിഫർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അവൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത്. അത് കാരണം കൊണ്ട് പാത്രങ്ങളൊന്നും കഴുകിയില്ല കേട്ടോ. അത് കാരണം കൊണ്ട് അവിടെയൊക്കെ ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവൻ ഒക്കെ പോയി കഴിഞ്ഞ് 9 മണിയായി. മോൾക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കള വന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണത് കേട്ടോ. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ അമ്മേനെ വിളിക്കുന്നുണ്ട്. അമ്മേനെ വിളിക്കാൻ കാരണം ഫസ്റ്റ് കോൾ അമ്മയ്ക്കാണ്. രാവിലെ എണീറ്റ് കഴിഞ്ഞ് ഞാൻ വിളിക്കുക. പിന്നെ അങ്ങനെ ആരും പ്രത്യേകിച്ച് ഫ്രണ്ട്സ് എന്ന് പറയാനൊന്നും ഇപ്പം ഇല്ല. ആദ്യമൊക്കെ ഉണ്ടായിരുന്നു കുറേ ഫ്രണ്ട്സൊക്കെ. പിന്നെ കല്യാണം കഴിഞ്ഞോടുകൂടി പിന്നെ അതിൽ നിന്നൊക്കെ മാറി ഒറ്റ ഫ്രണ്ട്സ് ഇല്ലാണ്ടായി. ഇപ്പം ആ കൂടി അമ്മേനെ വിളിക്കും, പിന്നെ ഹസ്ബൻഡിനെ വിളിക്കും. ഇതാണ് ഇപ്പോൾ ആകെയുള്ളൊരു റുട്ടീന്. ഇവരോട് രണ്ടുപേരോടാണ് കൂടുതൽ വർത്തമാനം പറയുക. പിന്നെ നമ്മൾ അവരെ കാണുന്നില്ല. അവരൊക്കെ വലിയ വലിയ സ്ഥലങ്ങളിലേക്ക് പോയി. നമ്മൾ അതിൽ നിന്നൊക്കെ മാറിപ്പോയിട്ടാണ്. അത് കാരണം കൊണ്ട് ഇപ്പോൾ ഇങ്ങനെയാണ് റുട്ടീൻ, ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 11 മണിയായപ്പോൾ മോന് ഭക്ഷണം ശരിയാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ കുമ്പളങ്ങ കറി വെച്ചു. കുമ്പളങ്ങ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുമ്പളങ്ങയൊക്കെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചു. പിന്നെ മീൻ കഷ്ണങ്ങൾ വറുക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുമ്പളങ്ങ കഷ്ണമൊക്കെ ഒരു വിസിൽ വരുത്തിയിട്ട് ഓലൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഇതൊക്കെ ഇട്ട് ഓലൻ്റെ കാര്യങ്ങൾ നോക്കി ഫിഷിലേക്ക് മഞ്ഞളും മുളക് പൊടിയൊക്കെ ചേർത്തി ഫിഷ് ഫ്രൈയും ശരിയാക്കി ഉപ്പിട്ട് വെച്ചു കേട്ടോ. ഉപ്പിട്ട് ഇങ്ങനെ പൊത്തി വെച്ചു. അങ്ങനെ കുമ്പളങ്ങ കറി റെഡിയായി. അങ്ങനെ ഫിഷ് ഫ്രൈയും ഏകദേശം ശരിയായി. അപ്പോൾ മോന് ഭക്ഷണമൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് അവനും പോവാറായി തുടങ്ങി. അപ്പോൾ അവൻ വേഗം അമ്മ പോവാറായി ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞ് അവനും പറഞ്ഞയച്ചു. അങ്ങനെ ഞങ്ങൾ പിന്നെ എനിക്ക് കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അലക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഊരി എടുത്ത് അഴക്കേം ഇടായിരുന്നു. അങ്ങനെ എൻ്റെ മോളെന്നെ സഹായിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ. ബായ്.